പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്നലെ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ഒന്നടങ്കം പോൾ ഹേമനെ ബ്രൂട്ടലായി ആക്രമിച്ചപ്പോൾ എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നത് ബ്രോക്ക് ലെസ്നർ പോൾ ഹേമിന് വേണ്ടി തിരിച്ചടിക്കാൻ വരുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അതിൻ്റെ സാധ്യതകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. WWE സൂപ്പർ സ്റ്റാറായ ബ്രോക്ക് ലെസ്നറും അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്ന പോൾ ഹേമനും തമ്മിലുള്ള ബന്ധം WWE ഓൺ സ്ക്രീനിൽ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ബ്രോക്ക് ലെസ്നർ ഈ ഒരു സ്റ്റോറി ലൈൻ്റെ ഭാഗം ആകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കാം. നിലവിൽ ബ്രോക്ക് ലെസ്നർ WWE ആക്റ്റീവായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ അല്ല. എല്ലാ കൂട്ടുകാർക്കും ബ്രോക്ക് ലെസ്നർ ആക്റ്റീവ് അല്ലാത്ത സൂപ്പർ സ്റ്റാറായി മാറിയതിൻ്റെ കാരണം അറിയുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വാർത്തയെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്കും കടക്കുന്നില്ല. അപ്പോൾ ഇന്നലത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ അക്നോളജ്മെൻറ്റ് സെറിമണിയിൽ സോളോ സിക്കോവയെ ട്രൈബൽ ചീഫായി അക്നോളജ് ചെയ്യാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് പോൾ ഹേമൻ പറഞ്ഞതിന് ശേഷമാണ് പോൾ ഹേമനെ ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ഒന്നടങ്കം ആക്രമിച്ചത്. അപ്പോൾ ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ ആക്രമണത്തിന് ശേഷം ഈ സ്റ്റോറി ലൈനിൽ ലോജിക്ക് പ്രകാരം തിരികെ വരാൻ സാധ്യതയുള്ള ഒരു റെസ്ലർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു റെസ്ലർ ഉണ്ടെങ്കിൽ അത് സൂപ്പർ സ്റ്റാറായ റോമൻ റീൻസിൻ്റെ ഒരു തിരിച്ചുവരവിന് തന്നെയാണ്. എന്നാൽ പോൾ ഹേമൻ്റെ ഒരു ഹിസ്റ്ററി വെച്ചിട്ടാണ് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത്രയും ബ്രൂട്ടലായി പോൾ ഹേമനെ ആക്രമിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവിന് മുൻപ് അവർ കാണിക്കേണ്ടത് ബ്രോക്കിൻ്റെ തിരിച്ചുവരവാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിന് തീരെ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോറി ലൈനിൽ ബ്രോക്ക് ലെസ്നറിന് ഒന്നും ചെയ്യാനില്ല. അതായത് ബ്രോക്ക് തിരികെ വന്നാൽ പോലും, ഇനി ബ്ലഡ് ലൈനെതിരെ ഒരു ഫൈറ്റ് നടത്തി നിന്നാൽ പോലും ബ്രോക്കിന് ഇവരിൽ നിന്ന് എന്ത് നേടിയെടുക്കാനാണ് എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. പോൾ ഹേമിന് വേണ്ടിയിട്ട് ഒരു തിരിച്ചടി കൊടുക്കാനാണെങ്കിൽ അതിന് ലോജിക്ക് പ്രകാരം കൂടുതൽ സാധ്യതയുള്ളത് റോമൻ മാത്രമാണ്. അല്ലാതെ ബ്രോക്കിന് ഇനി തിരികെ വന്ന് ബ്രോക്കിൻ്റെ കൂടെ പിന്നെയും പോൾ ഹേമൻ പോകുന്നത് പോലെ ഈ സ്റ്റോറിയിൽ ഒരിക്കലും കളിക്കാൻ പോകുന്നില്ല. ഓൺ സ്ക്രീനിൽ ബ്രോക്കും പോൾ ഹേമനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് WWE അവസാനിപ്പിച്ചു കഴിഞ്ഞ ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇനി പോൾ ഹേമിന് വേണ്ടി തിരിച്ചടിക്കാൻ ബ്രോക്ക് ലെസ്നർ വരില്ല എന്നുള്ളത് 101% സത്യമാണ്. അപ്പോൾ പല കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു പോൾ ഹേമിന് വേണ്ടി ആ റിവെഞ്ച് എടുക്കാൻ ബ്രോക്ക് ആയിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ ബ്രോക്ക് വരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അവിടെ നമുക്ക് റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവ് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. ഈ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നെ സൃഷ്ടിച്ചത് റോമൻ റീൻസ് ആണ്. ഈ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് സൃഷ്ടിക്കുന്ന സമയത്ത് റോമൻ്റെ കൂടെ പോൾ ഹേമൻ ഉണ്ടായിരുന്നു. ആ പോൾ ഹേമനെയാണ് ഇപ്പോൾ പുതിയ ബ്ലഡ് ലൈൻ സോളോയുടെ നേതൃത്വത്തിൽ ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയെല്ലാം സ്റ്റോറി കണക്ട് ചെയ്യപ്പെടുന്നത് റോമൻ്റെ തിരിച്ചുവരവിലേക്ക് തന്നെയാണ്. റോമൻ വേണം ആ തിരിച്ചടി സോളോയ്ക്കും സോളോയുടെ പങ്കാളികൾക്കും കൊടുക്കാൻ വേണ്ടി. അവിടെ ബ്രോക്ക് ലെസ്നറിൻ്റെ യാതൊരുവിധ ആവശ്യവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ്. അപ്പോൾ പലരുടെയും സംശയം എന്താണെന്ന് വെച്ചാൽ ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് ഇനി എപ്പോൾ നടക്കും എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ അപ്ഡേറ്റും നിലവിൽ അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ബ്രോക്ക് ലെസ്നർ WWE എല്ലാ വിധത്തിലുമുള്ള ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ടില്ല. ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഈ ബ്ലഡ് ലൈൻ സ്റ്റോറിയിൽ ബ്രോക്കിൻ്റെ ഒരു തിരിച്ചുവരവ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ആ പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഇല്ലാതാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.